റമളാൻ കരീം അങ്ങനെ അസ്ർ നിസ്കാരത്തിന് ശേഷം നേരെ അടുക്കളയിലോട്ട് ചെന്നിട്ടാ. ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി ഞാൻ വെള്ളയപ്പവും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. പാലപ്പത്തിനുള്ള പൊടി ഞാൻ നേരത്തെ കലക്കി സെറ്റാക്കി വെച്ചായിരുന്നു. പിന്നെ മുട്ടക്കറിക്കുള്ളതും ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് മുട്ടയൊക്കെ പുഴുങ്ങി അതും സെറ്റാക്കി വെച്ചായിരുന്നു. എല്ലാം അടുപ്പിച്ച് വെച്ചാൽ പിന്നെ ആ സമയത്ത് ധൃതി പിടിക്കണ്ടല്ലോ, അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ വേഗം ചായയും തിളപ്പിച്ച് വെച്ചായിരുന്നു. പിന്നെ ആ സമയമാകുമ്പോൾ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഇക്കാക്ക് വലിയ ചൂടൊന്നും വേണ്ട, കുടിക്കുന്ന ഒരു ചെറിയ ചൂട് മതി. പിന്നെ ഞാൻ എപ്പോഴും മേടിക്കുന്ന പാലപ്പപ്പൊടി അല്ലട്ടാ ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയത്. പൊൻകതിറിൻ്റെ പാലപ്പപ്പൊടിയാണ് കിട്ടിയത്. ആദ്യമായിട്ട് ഉണ്ടാക്കണ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടാ. എന്തുകൊണ്ടും സമയം ചിലവ് കുറഞ്ഞതൊക്കെ ഇതാണ് നല്ലത്. പിന്നെ അതിനുശേഷം ഞാൻ വേഗം മുട്ടക്കറി ഉണ്ടാക്കിയിട്ടാ. അതിൽ തന്നെ വെച്ച് ഉണ്ടാക്കി. ഇതും ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണത്. ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഇപ്പോഴാണ് ഉണ്ടാക്കണേ. എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ മോനെ എനിക്ക് വേറൊരു പണി തന്നിട്ടാ. മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചായയുടെ പാത്രം എടുത്ത് താഴെ വെച്ച് കഴിഞ്ഞിട്ടാ. ചായ പകുതിയോളം അവൻ നിലത്ത് കൊട്ടിക്കളഞ്ഞായിരുന്നു. അവൻ വന്ന് കയറി പിടിച്ചാണ്. ചായ കുറച്ച് അങ്ങോട്ട് കൊട്ടിപ്പോയായിരുന്നിട്ടാ. പിന്നെ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഞാൻ വെക്കണത് പഴവും മാങ്ങ അരിഞ്ഞ് വെക്കാൻ. പിന്നെ ആ മാങ്ങ തന്നെ എടുത്താണ്ടാ ഞാൻ പിന്നെ ജ്യൂസും അടിച്ചത്. പിന്നെയൊക്കെ കടയിൽ നിന്ന് കട്ട്ലേറ്റും മീറ്റ് മേടിച്ചിട്ട് വന്നായിരുന്നേ. പിന്നെ വെള്ളവും വെച്ചായിരുന്നു. വേറെ കൂടുതലായിട്ടൊന്നും വെച്ചില്ലട്ടാ. പിന്നെ ഞങ്ങൾ നോമ്പ് വന്നിട്ട് ഞാനൊക്കെയും കൂടി നിസ്കരിക്കാൻ പോകുമ്പോൾ അവൻ പൊന്നോടൊരു പഴയ ബാഗ് വെച്ച് അവിടെ കളിക്കായിരുന്നിട്ടാ ചെയ്തത്. ഞാൻ നിസ്കരിച്ച് വന്ന് അതൊക്കെ കണ്ടിട്ടാ പിന്നെ ഞങ്ങൾ കഴിക്കാനിരിക്കണത്. പിന്നെ അവനിക്ക് എന്തെങ്കിലും കളിക്കാൻ കിട്ടിയാൽ അത് വെച്ച് അവൻ കളിച്ചോളൂ കേട്ടാ. ഞങ്ങളെ ശല്യമൊന്നും ചെയ്യൂല. പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു.